പെയിൻറ്റിങ്ങും നല്ല ഫിനിഷിങ്ങും ഉണ്ട് വണ്ടിക്ക്. ഇങ്ങനെ ബാക്കി കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് മെയിനായിട്ട് ഞാനിവിടെ വന്നത്. വണ്ടിയൊക്കെ നല്ല വർക്കും നല്ല കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പേൾ വൈറ്റ് അടിച്ച ഇന്നോവ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് സിൽവർ കളർ വണ്ടിയായിരുന്നു. നമ്മൾ സിൽവർ കളറിലേക്ക് തന്നെ മാറ്റിയിട്ടുള്ളൂ. പക്ഷേ ഒരുപാട് പാച്ച് വർക്ക് ഉണ്ടായിരുന്ന വണ്ടിയായിരുന്നു. സൈഡിലൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ഔട്ടായിരുന്നു വണ്ടി. ഫുള്ളായിട്ട് തന്നെ ഷേപ്പ് എടുത്തു. അതിനൊക്കെ ഷാർപ്പായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ എടുത്തു. ഇന്നോയ്ക്ക് പറഞ്ഞ മാതിരി തന്നെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ തുരുമ്പും കാര്യങ്ങളായിരുന്നു. പിന്നെ പുട്ടി ഓവറായിട്ട് ഫ്രണ്ടർമ ക്വാർട്ടർ പാനലിമ കയറ്റിയിട്ട് ഒരുപാട് കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. സൗണ്ട് ഭയങ്കര സൗണ്ടല്ലേ, ഗ്രൈൻഡ് ചെയ്യേണ്ട സൗണ്ടാണ്, ക്ഷമിക്കാം. പുറത്തേക്ക് ഇറക്കി ഇനി ഫിറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഫിറ്റിങ്ങിന് വേണ്ടി റെഡി ആയി നിൽക്കുന്നത്. ആൾക്കാർ കൂട്ടി you've been told. Don't blink, don't run, don't turn left or turn right or look straight at the sun. My mind's going in circles, I'm trying to fight it. Getting these voices inside to stay quiet. Gone to the place where all this began. Just start again. Oh, you won't see the light until the dawn breaks. No, till it's all said and done, you won't know what it takes. Gotta make a wrong turn and turn around. Gotta fall fast to pick yourself up off the ground until you get lost. ഈ നമ്മുടെ ഇപ്പം എത്ര 2005 മോഡൽ വണ്ടിയായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ മോഡലും ആക്കി ഏറ്റവും നല്ല വർക്കുമായിട്ട് നല്ല പെയിൻറ്റിങ്ങും നല്ല ഫിനിഷിങ്ങും ഉണ്ട് വണ്ടിക്ക്. ഇങ്ങനെ ബാക്കി കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് മെയിനായിട്ട് ഞാനിവിടെ വന്നത്. വണ്ടിയൊക്കെ നല്ല വർക്കും നല്ല കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, താങ്ക്സ്. Until you break down. നമ്മൾ ഇങ്ങനത്തെ മിററുകളെ ക്രോമ് ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ക്രോമ് ഫിറ്റ് ചെയ്യാനായിട്ട്, അതായത് ഈ ടൈപ്പ് ക്രോമ് നമ്മൾ ഫിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവരും വയറ് പുറത്തേക്ക് ഇട്ടിട്ടാണ് ക്രോം ഫിറ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾക്ക് ഇത് ഉള്ളിൽ കൂടെ അങ്ങനെ ഇത് ക്രോം ഫിറ്റ് ചെയ്യണമെന്ന് നമുക്ക് കാണിച്ചു തരാം.
വൈറ്റാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പേൾ വൈറ്റ് അടിക്കുമ്പോൾ എല്ലാവരും ഡൗട്ടാണ് എങ്ങനെയാണ് പേൾ വൈറ്റിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ എന്നുള്ളത്. പേൾ വൈറ്റ് അടിക്കുമ്പോൾ നമ്മൾ പ്രൈമർ അടിച്ചതിന് ശേഷം വൈറ്റിൻ്റെ ബേസ് അടിക്കും, അതിനുശേഷം പെയിൻ്റ് അടിക്കും, അതായത് വൈറ്റ് അടിക്കും, അതിനുശേഷം പേൾ അടിക്കും, അതിനുശേഷം ക്ലിയർ കോട്ട് അടിക്കും. ഇങ്ങനെ 4 ലെയറാണ് നമുക്ക് ഒരു പേൾ വൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് പെയിൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ വണ്ടിയുമ്പോൾ പേൾ അടിച്ചിട്ടില്ല, ബേസ് അടിച്ചിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ കാണുന്നത് കേട്ടോ. നമ്മൾ പേൾ വൈറ്റ് അടിക്കുമ്പോൾ പെയിൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ ടൈപ്പ് ക്ലോത്ത് എന്ന ക്ലോത്ത് ഉണ്ട്, അതിട്ടിട്ട് പെയിൻ്റ് അടിച്ച ഭാഗങ്ങൾ ഫുള്ളായിട്ട് തുടച്ചെടുക്കണം. കാരണം നമ്മൾ ബാക്കിയുള്ള ഏരിയയിൽ പെയിൻ്റ് അടിച്ച പൊടി ഉണ്ടാവും, ചെറിയ രീതിയിലുള്ള പൗഡറുമാരുള്ള പൊടി ഉണ്ടാവും, അത് നമ്മൾ പിടിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ടൈപ്പ് ക്ലോത്ത് യൂസ് ചെയ്ത് തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേളടിക്കേണ്ടത്. പേളടിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടി, ഇങ്ങോട്ട് ഫുള്ളായിട്ട് പേളടിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഞാൻ കാണിച്ചത് അതിൻ്റെ വ്യത്യാസം, ഇത് സാധാ വൈറ്റും പേളും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സൗണ്ട് തന്നെ ഇപ്പോൾ ഫുള്ളായിട്ട് പേള് അടിച്ചു കഴിഞ്ഞു. അതായത് നമ്മുടെ പ്രൈമർ കോട്ട്, അതുപോലെ തന്നെ ബേസ് കോട്ട്, അതായത് പെയിൻ്റ് അടിച്ച് വൈറ്റ്, അതിൻ്റെ പേള് അടിച്ചു. ഇനി നമ്മൾ ഇതുമ്പോൾ അടിക്കേണ്ടത് ക്ലിയർ കോട്ട്, അതടിച്ചിട്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് പേളടിച്ചിട്ടുള്ള ഷൈനിങ് ആണ് കാണുന്നത്. ഇനി ക്ലിയർ അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പേൾ വൈറ്റ് അടിച്ച ഇന്നോവ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പേൾ വൈറ്റിൻ്റെ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇത്രയ്ക്കും സ്റ്റെപ്പ് ചെയ്തിട്ടാണ് ഓരോ വണ്ടി പേൾ വൈറ്റ് അടിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിന്മേൽ പണിയുണ്ട്, ഇനി കട്ട് ചെയ്യണം, പോളിഷ് ചെയ്യണം, അത് കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പേൾ വൈറ്റ് അടിച്ച ഇന്നോവ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.